പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും സിബിഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് എ.ഡി.എം. നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹർജി നൽകി. നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടുത്ത മാസം 3-ന് വിധി പറയും. അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയല്ല ലക്ഷ്യമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞു. തെളിവുകൾ സംരക്ഷിക്കാൻ കോടതി ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. CPM നേതാവ് പ്രതിയായ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാകുമെന്ന് കരുതാനാകില്ല. ഭരണതലത്തിലടക്കം പ്രതിയായ CPM നേതാവിന് വലിയ സ്വാധീനമുണ്ട്. അതിനാൽ കേരളത്തിന് പുറത്തുള്ള കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് നീതി നൽകണമെന്നാണ് കുടുംബം ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. CPM നേതാവ് പ്രതിയായ പോലീസിന്റെ അന്വേഷണം കേസ് അട്ടിമറിക്കാനും തെളിവ് നശിപ്പിക്കപ്പെടാനും ഇടയാക്കുമെന്ന് കുടുംബം ഹർജിയിൽ ആശങ്കപ്പെടുന്നു. അന്വേഷണത്തിന്റെ തുടക്കം മുതലേ പോലീസിന്റെ ഭാഗത്തു നിന്നും അലംഭാവമുണ്ടായി. സാക്ഷിമൊഴികൾ ക്രോഡീകരിക്കുന്നതിലടക്കം വീഴ്ചയുണ്ടായി. അന്വേഷണത്തിൽ വിവിധ തലങ്ങളിൽ ഉന്നത ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. കേസിലെ പ്രതിക്ക് സംസ്ഥാന സർക്കാരിലെ ഉന്നതരുമായും പോലീസുമായും ബന്ധമുള്ളവരാണെന്നും കുടുംബം ഹർജിയിൽ പറയുന്നു. ഹർജി അടുത്ത ദിവസം തന്നെ ഹൈക്കോടതി പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A. ഗീത നൽകിയ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ നടപടിയൊന്നും കൈക്കൊണ്ടിട്ടില്ല. പെട്രോൾ പമ്പിന് അനുമതി വൈകിച്ചു എന്ന ആരോപണത്തിനും തെളിവില്ലെന്ന റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്മേൽ തുടർ നടപടി വേണമെന്ന കുറിപ്പോടെ നവംബർ 1-നാണ് റവന്യൂ മന്ത്രി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് പറഞ്ഞ പ്രശാന്തനെതിരെയും സർക്കാർ ഇതുവരെ നടപടിയൊന്നും കൈക്കൊണ്ടിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ സർക്കാർ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ അതിശക്ത നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രിയും CPM നേതാക്കളും പറഞ്ഞിരുന്നു.